എന്താ എന്താ ഇവിടെ വെച്ച് മോളെ സന്തോഷി പോപ്പുലർ ആയത് എങ്ങനെ? സോഷ്യൽ മീഡിയയില് സന്തോഷിയുടെ കണ്ടന്റ് സന്തോഷി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഇത്രയൊക്കെ ആയിട്ടും പുച്ഛം അല്ലേ? സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? നീ എങ്ങനെ ഇവിടെ വന്നു? നടന്നു വന്നു. സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. ഇവനാളൊരു സകല എന്തോടാ വല്ലഭൻ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്നെ എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് ഞാൻ പറഞ്ഞില്ല. അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും ഇപ്പോഴും ആൾക്കാർ ഇന്റർവ്യൂ വിളിച്ചോണ്ടിരിക്കും. ആ റിപ്പോർട്ടറിലെ ഹൈദറൊക്കെ വിളിച്ചിരുന്നു. ഞാൻ കൊടുത്തില്ല. എന്നെ കുറിച്ചുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഭയങ്കരമായ ആള്. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. ുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. അല്ല 10 ലക്ഷം. അതെ 10 ലക്ഷം. ഓക്കെ 10 ലക്ഷം. പോലത്തെ മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായി കോമാളിത്തരം കാണിച്ച് മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. അവൻ ഭയങ്കരമായി വളർന്നു പോയി. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എക്സ് വൈ വേണം. താൻ ആ തമിഴ് നോക്കിയിട്ടല്ലോ ജീവിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തണ്ടികളുടെ വെയിറ്റ് കുടിക്കാൻ പോലും എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.